ടീച്ചർമാരെ, ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാണ്. ഒരു 3-4 ദിവസത്തേക്ക് ഞാൻ കാണത്തില്ല. കാരണം അറിയാലോ, സബ്ജില്ലടക്കാം ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ. അതുകൊണ്ട് എൻ്റെ പീരീഡ് കയറാമെന്ന് വിചാരിക്കല്ലേ. പിന്നെ കയറി കഴിഞ്ഞ് വന്നിട്ട് നിങ്ങളെ പീരീഡ് എടുക്കുന്നത് അതൊക്കെ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വന്ന് ഓർമ്മിപ്പിക്കുന്നത്. എടുക്കല്ലേ. ഇനി അഥവാ നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ അത് ഞാൻ അറിയും. അതുകൊണ്ട് എടുത്തിയാടി ആരും അബദ്ധമൊന്നും കാണിക്കല്ലേ. സാറേ സാറേ, ഞാൻ ഇറങ്ങാൻ പോവാ. അല്ല, സാറിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ സാറേ പറഞ്ഞു? സാറേ, ഇനി മുതൽ PT പീരീഡ് എടുക്കണ്ട. സാറേ, ഇപ്പൊ എന്തോ ഇങ്ങനൊക്കെ പറയുന്നത്? സാറേ, ഇത് ഞാൻ കുറെ നാളുകൊണ്ട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. 3 മാസത്തോടെ കഴിഞ്ഞാൽ പരീക്ഷയാണ്. അപ്പൊ PT ഇറങ്ങിയാൽ എങ്ങനെ? ആ പീരീഡിലൂടെ കുട്ടികളിരുന്ന് പഠിക്കട്ടെ. എനിക്ക് സ്കൂളിന്റെ വിജയമായിരുന്നു, അല്ലാതെ PT അല്ല. സാറേ, അത് പറ്റത്തില്ല. ഞാൻ ഹൈസ്കൂളിലെ പ്രിൻസിപ്പാൾ. അപ്പൊ ഞാൻ പറയുന്നത് ഞാൻ കേട്ടാ മതി. അല്ലെങ്കിൽ ഓരോ ക്ലാസ്സിന് ഒരാഴ്ച ഒരു PT അല്ലേ ഉള്ളു. അത് എടുത്തില്ല. ഇപ്പൊ എന്തുവാ? ശരി സാറേ, സാറിൻ്റെ റൂമിൽ കുറച്ച് സ്ഥലം മാറ്റി വെച്ചേനെ. നമ്മളെ പിള്ളേർ കപ്പുമായിട്ട് വരുന്നുണ്ട്. സാറ് പറഞ്ഞു കൂട്ട ആഴ്ച ഓരോ പീരീഡേ ഉള്ളൂ ഓരോ ക്ലാസ്സിനും. അത് പക്ഷേ ഞാൻ വെറുതെ കളയുമല്ല, എല്ലാ സബ്ജക്റ്റിൻ്റെയും കൂട്ടാണ്. കുട്ടികളുടെ ഉള്ളിലുള്ള കഴിവ് വളർത്തിയെടുക്കുന്നത്. അതാ ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ സാറിൻ്റെ റൂമിൽ അത്രയും മെഡലും കപ്പൊക്കെ ഇരിക്കുന്നില്ലയോ? ഇനിയിപ്പോൾ ആ പീരീഡ് വേണ്ടെങ്കിൽ വേണ്ട, ആരെങ്കിലും എടുത്തോട്ടെ. ഞാൻ എടുക്കുന്നില്ല, അതല്ലേ വേണ്ടത്.